ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് മസ്ക ബന്ന്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വേണ്ടത് ബട്ടറാണ്. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബന്നിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കേണ്ട ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുത്താലാണ് നമുക്ക് കഴിക്കാനും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഞാൻ ബന്ന് ബട്ടറിലാണ് ചൂടാക്കി എടുക്കുന്നത്. അതിന് നേരത്തെ ബട്ടറിൽ നിന്ന് കുറച്ച് ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട് ബന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബട്ടറിലൊന്ന് ബന്ന് ചൂടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് കോഴിക്കോടും അതേപോലെ എറണാകുളം ഒന്നും പോയിട്ട് കഴിക്കേണ്ട, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മസ്ക ബന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താക്കാം, ബന്ന് ഇതേപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ബന്നാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ, അത് അപ്പുറം ഇപ്പുറം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഈ ഭാഗവും അതേപോലെ മേലെ ഭാഗവും രണ്ട് ഭാഗവും അപ്പുറം ഇപ്പുറം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ പുറത്തും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാലാണ് നമുക്ക് കഴിക്കുമ്പം അതിൻ്റേതായ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഇറാനി ചായയാണുള്ളത്. ഞാൻ അതെല്ലാം മസാല ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടെ വേണമല്ലോ, എന്നാലാണല്ലോ അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ ചൂടാവുമ്പം അതിൽ ഏലക്കായ, ഗ്രാമ്പു, പട്ട അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ചായപ്പൊടിയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പാൽപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൽപ്പൊടി കലക്കി അതിലൊഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതേപോലെ കടുപ്പത്തിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂട് ചായയും നമ്മളെ സോഫ്റ്റ് ഈ മസ്ക ബന്നും എല്ലാം കൂടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള അതിൻ്റെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.